അപ്പോഴെങ്ങനെയാണ് ചേട്ടാ ഈ മിസ്റ്റർ ഇന്ത്യ പപ്പായ കൃഷിയിലോട്ട് വന്നത്? കൃഷി ഇഷ്ടമായിരുന്നു പണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പപ്പായ കൃഷി വാഴ കൃഷിയെക്കാളും ലാഭമാണ്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ 2019 മിസ്റ്റർ ഇന്ത്യ ആയ തിരുവനന്തപുരം കാഞ്ഞിരംകുളം മുള്ളുവിള സ്വദേശിയായ ശ്രീ റോജ് ചേട്ടൻ്റെ പപ്പായ കൃഷിയാണ്. 50 സെൻറ്റോളം സ്ഥലത്ത് റെഡ് ലേഡി പപ്പായ വളരെ നല്ല രീതിയിലാണ് റോജ് ചേട്ടൻ ഇവിടെ കൃഷി ചെയ്തു വരുന്നത്. പപ്പായ കൃഷിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് ചേട്ടനോട് തന്നെ നേരിട്ട് ചോദിക്കാം. അതിനു മുമ്പ് നമുക്ക് ഈ പപ്പായ കൃഷിത്തോട്ടം ഒന്ന് കാണാം. എൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾ ഓരോ മലയാളിക്കൊന്നുമല്ല, ഓരോ ഇന്ത്യൻസിനും അഭിമാനിക്കാവുന്ന ആളാണ്. നമ്മുടെ കേരള പോലീസിനും അഭിമാനിക്കാം. റോജ് ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മൾ മിസ്റ്റർ ഇന്ത്യയാണ്. ഏത് വർഷമായിരുന്നു മിസ്റ്റർ ഇന്ത്യ? 2019 വർഷത്തിലായിരുന്നു മിസ്റ്റർ ഇന്ത്യ പോലീസായത്. പോലീസിലാണ് ജോലി. പോലീസിലാണ് ജോലി. ഓക്കെ. പോലീസിലാണ് നമ്മൾ മിസ്റ്റർ ഇന്ത്യയിലോട്ട് മിസ്റ്റർ ഇന്ത്യയിലായത്. ഒരു 4-5 പ്രാവശ്യം മിസ്റ്റർ ട്രിവാൻഡ്രവും 2 പ്രാവശ്യം മിസ്റ്റർ കേരള ആയിട്ടുണ്ട്. അപ്പോഴെങ്ങനെയാണ് ചേട്ടാ ഈ മിസ്റ്റർ ഇന്ത്യ പപ്പായ കൃഷിയിലോട്ട് വന്നത്? കൃഷി ഇഷ്ടമായിരുന്നു പണ്ട്. പപ്പ കൃഷി ചെയ്യുമായിരുന്നു. ഒരു സ്കൂൾ ടീച്ചറായിരുന്നു അദ്ദേഹം. അപ്പോൾ മുമ്പ് ഇവിടെ വാഴയൊക്കെ വെച്ചിരുന്നു. വാഴയും തെങ്ങും ഒക്കെ ആയിരുന്നു. പിന്നെ അത് പരമ്പരാഗത കൃഷിയായിരുന്നു, പഴയ ആൾക്കാരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പോലെ. അതുപോലെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് ഞാനും കുറേ കാലം വാഴയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അത് പോലീസിൻ്റെ ജോലിയോടൊപ്പം ഈ ബോഡി ബിൽഡിങ്ങിനോടൊപ്പം ഇതും ചെയ്യുമായിരുന്നു. അതായത് നമ്മൾ സാധാ കൃഷിയൊക്കെ ചെയ്തു വരിക? അതെ, അങ്ങനെ ചെയ്യുമായിരുന്നു. ഓക്കെ. സാധാരണഗതിയിൽ അങ്ങനെ പപ്പായ കൃഷി കേരളത്തിൽ കുറവാണ്. അപ്പോൾ ഈ പപ്പായ കൃഷി തന്നെ നമ്മൾ തിരഞ്ഞെടുക്കാനുള്ളൊരു കാര്യം? പപ്പായ കൃഷി മെയിനായിട്ട് മുമ്പ് വാഴ കൃഷി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അത് ഒരു വർഷം വരെ നമുക്ക് ഒരു വാഴ പരിപാലിക്കേണ്ടി വരും. പക്ഷേ അത് കഴിഞ്ഞാൽ ഒരു കൊല കഴിഞ്ഞാൽ, ഒരു വർഷം കഴിഞ്ഞാൽ വീണ്ടും നശിച്ച് പുതിയ കന്ന് വെച്ച് പുതിയ കൃഷിയായിട്ട് തുടങ്ങേണ്ടി വരും. പക്ഷേ എനിക്കൊരു അട്രാക്ഷനായിട്ട് തോന്നിയത് പപ്പായ കൃഷി 3 വർഷം വരെ നന്നായിട്ട് പരിപാലിച്ച് നിൽക്കും. അത് ഇന്ന് അത്രയും കാലം നമുക്ക് വരുമാനം ഉണ്ടാവും. 5 മാസം കഴിയുമ്പോൾ തൊട്ട് വരുമാനം പ്രതീക്ഷിക്കാവുന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പപ്പായ കൃഷി വാഴ കൃഷിയെക്കാളും ലാഭമാണ്. രണ്ടാമതായിട്ട് നമുക്ക് ഫ്രൂട്ട്സ്, നമുക്ക് കിട്ടുന്ന പപ്പായ അടക്കമുള്ള എല്ലാ ഫ്രൂട്ട്സിലും കുറേ ടോക്സിനൊക്കെ ഉള്ള പപ്പായനാണ്. നമുക്ക് ഈ പോയിസൺ ഇല്ലാത്ത ഒരു ഫ്രൂട്ട് നമുക്ക് കിട്ടുകയും നമുക്കുള്ള ആൾക്കാർക്ക് കൊടുക്കാനും പറ്റുമെന്നുള്ളത് ഒരു വലിയ പ്ലസ് ആയിട്ട് ഇത് കാണുന്നുണ്ട്. ഓക്കെ. അപ്പം നിങ്ങൾ കൂടുതൽ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഈ ഹെൽത്തി ഫുഡിനോടും നിങ്ങൾ കുറച്ച് അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എല്ലാം ചേട്ടൻ ഒറ്റയ്ക്ക് തന്നെയാണ്? ഒറ്റയ്ക്ക് തന്നെയാണ്. അമ്മയുണ്ട്, ഭാര്യയുണ്ട്, ഒക്കെ സപ്പോർട്ടുണ്ട്. എന്നാലും ജോലിയായിട്ട് ശാരീരികമായിട്ട് ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ വേണമല്ലോ. ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ കട്ടയ്ക്ക് നിൽക്കണം. രാവിലെ ഓഫീസില്ലാത്ത സമയത്തൊക്കെ നിൽക്കണം. ഇത്ര എണ്ണം ഉള്ളതുകൊണ്ട് കൂടുതൽ നോക്കേണ്ടി വരും. പപ്പായ കൃഷി എത്ര സെൻറ്റ് സ്ഥലത്ത് ചെയ്യുന്നുണ്ട്? ഇത് 50 സെൻറ്റ് സ്ഥലത്താണ്. 220 പപ്പായ തൈകളുണ്ട്. പൂഴിക്കുന്നിലുള്ള ഒരു നഴ്സറിയിൽ നിന്നാണ് ഞാൻ തൈ വാങ്ങിയത്. 30 രൂപയാണ് തൈയുടെ വില. അങ്ങനെ റെഡ് ലേഡി പപ്പായാണ് വെച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് റെഡ് ലേഡിയാണ്? കംപ്ലീറ്റ് അത് തന്നെയാണ്. നിങ്ങളുടെ കൃഷിയുടെ തുടക്കം എങ്ങനെയാണ്? മണ്ണൊക്കെ പരിശോധിച്ചിട്ട് തന്നെയാണോ കൃഷി ചെയ്തത്? മണ്ണ് പരിശോധിച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്തത്. കുറേ കുറവുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നികത്തി തന്നെയാണ് ചെയ്തത്. കൃഷി ഓഫീസിലുള്ള ഓഫീസർമാരായിട്ടുള്ള സന്തോഷും ഷിജുലാലും ഒക്കെ നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു. ജലസേചനത്തിന് നമുക്ക് വെള്ളത്തിൻ്റെ ഒരു അഭാവമുണ്ട്. വളരെ കൂടുതലായിട്ടുള്ള വെള്ളം നമുക്ക് കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രിപ്പ് ഇറിഗേഷനാണ് നല്ലതെന്ന് അങ്ങനെ അറിഞ്ഞിട്ട്, അപ്പോൾ അത് നന്നായിട്ട് അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാനുള്ള ജോഷിലാൽ ഗിൽബർട്ട്, അദ്ദേഹം തിരുവനന്തപുരത്തുള്ള അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തു. അദ്ദേഹം നല്ല അഡ്വൈസൊക്കെ തന്നു. അദ്ദേഹം ഇവിടെ വന്ന് പ്ലാനൊക്കെ പറഞ്ഞു തന്നു, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കൂടെ നമുക്ക് പൈസ കുറച്ച് ചെയ്യാൻ പറ്റി. ഇതൊക്കെ ഈ ശരിക്കും പറഞ്ഞാൽ പപ്പായ കൃഷിക്ക് ഡ്രിപ്പ് വളരെ നല്ലതാണ്. ഡ്രിപ്പാണിത്, മൈക്രോ ട്യൂബ്. ഇതുവഴിയാണ് നമുക്ക് ഓരോ ചൂടിലും വെള്ളം എത്തുന്നത്. ഈ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ചൂട് പ്രശ്നമായതുകൊണ്ട് പൊതയിട്ടിട്ടുണ്ട്, കരിയിലൊക്കെ ഇട്ടിട്ട് പൊതയിട്ടിട്ടുണ്ട്. വെള്ളം കൂടുതൽ വേസ്റ്റായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചേക്കാൻ. ഇതാണ് ഡ്രിപ്പിൻ്റെ അല്ലേ? അതായത് മെയിൻ ട്യൂബിൽ നിന്ന് ഓരോ ചുവട്ടിലോട്ടും പോകും കണക്ഷൻ. ഇതെങ്ങനെ കൺട്രോൾ ചെയ്യാനുണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാം ഫുൾ ഓപ്പൺ ആണ്, നമുക്ക് എല്ലാത്തിനും വെള്ളം വേണമല്ലോ. ഓക്കെ. അതായത് നമുക്കിപ്പോൾ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് അതിനെ ക്ലോസ് ചെയ്ത് വെക്കാം. അതെ, ഓരോ ചുവട്ടിലായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും.
ഇത് വെള്ളം നമുക്ക് കൂടുതൽ സേവ് ചെയ്യാൻ പറ്റില്ല. വെള്ളം കൂടുതൽ സേവ് ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യത്തിന് മാത്രം കൊടുത്താൽ മതി. നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് 50 സെന്റ് നനയ്ക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെ ഈ പപ്പായ കൃഷി എങ്ങനെയാണ്? പൂർണ്ണമായിട്ടും ജൈവ കൃഷിയാണോ? ഇതെങ്ങനെയാണ് ഇതിൻ്റെ തുടക്കവും മറ്റു കാര്യങ്ങളൊക്കെ? ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാം ജൈവ കൃഷി രീതിയിൽ തന്നെയാണ്. ചാണകവും കോഴിക്കാരവും ഒക്കെ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതെ, ഇത് 2 അടി കുഴിയെടുത്തിട്ട് 2 അടി ആഴത്തിലും 2 അടി വീതിയിലും നീളത്തിലുമൊക്കെയാണ് കുഴിയെടുത്തത്. 7 അടി ഗ്യാപ്പിലാണ് ഓരോ തൈക്കിലും കുഴിയെടുത്തിട്ടുള്ളത്. 7 അടിക്കാണ് വെച്ചിട്ടുള്ളത്. അത് അന്ന് ഇത് വലുതാകുമ്പോൾ ഇതിന്റെ ഇലകൾ തമ്മിൽ തട്ടുമെന്ന് പറഞ്ഞിട്ട് അന്നത്തെ നിർദ്ദേശം. ഈ നല്ല വെയിലുള്ള ലാൻഡ് തന്നെ സ്ഥലമാണോ വേണ്ടത്? വെയിൽ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടുത്തെ ഇതൊക്കെ വെട്ടി മാറ്റിയത്. നല്ല ഷെയ്ഡ് ഉണ്ടായിരുന്നു, എല്ലാം വെട്ടി മാറ്റിയിട്ട് വെയിലുള്ളിടത്തും വെയിലില്ലാത്തടത്തുള്ള വ്യത്യാസം അറിയാം. വെയിലില്ലാത്തടത്ത് ഈ പ്ലാന്റ് പൊങ്ങി പോകും. ഈ ഭാഗം ഇത്തിരി വെയിൽ കുറഞ്ഞ സ്ഥലമാണ്. പപ്പായ തൈ വലുതായി നല്ല പൊക്കത്തിലാണ് നിൽക്കുന്നത് മറ്റേ അപേക്ഷിച്ച്. വെയിൽ കുറഞ്ഞ സ്ഥലത്ത്. പക്ഷെ എനിക്ക് തോന്നണേ ഇവിടെ കായ കുറവല്ലേ? കായ കുറവാണ്, സൈസ് വരാൻ പാടാണ്. അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്. ഇവിടെ നിൽക്കുന്ന എല്ലാം സൈസ് ഇത്തിരി കുറവാണ്, വളർച്ച കുറവാണ്. പക്ഷെ ചെടി നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല വെയിലുള്ള ലാൻഡാണ് ആക്ച്വലി വേണം. അതെ, 8 മണിക്കൂർ വെയിൽ കിട്ടണമെന്നാണ് പറയുന്നത്. ഇതിപ്പോഴേ നമ്മൾ എത്ര മാസമായി നട്ടിട്ട്? ഇത് 5 മാസം ആയില്ല, 10 ദിവസം 15 ദിവസം കൂടെ ഉണ്ട്. 15 ദിവസം. എത്ര മാസമായപ്പോൾ ഇത് കഴിച്ചു? ഇത് 5 മാസം ആകുമ്പം പൂ ഇടുമെന്നാണ് പറഞ്ഞിരുന്നത്. 2.5 മാസം കഴിഞ്ഞപ്പോഴേ പൂട്ട് തുടങ്ങി. ചേട്ടാ, ഇതിപ്പോൾ പപ്പായ കൃഷി വളരെ റയറാണ് പലരും ചെയ്യണത്, പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിൽ. അപ്പോഴും നിങ്ങൾ ഇതിൻ്റെ ഈ മാർക്കറ്റിങ്ങിന് എന്ത് വഴിയാണ് നിങ്ങൾ കണ്ടെത്തിയത്? മാർക്കറ്റിങ്ങിന് ഇത് നമുക്ക് ഇത്രയും സ്ഥലത്തുള്ള ഇതായതുകൊണ്ട് വലിയ ഒരു കയറ്റുമതിയോ അങ്ങനെയൊന്നും നമുക്ക് നടക്കില്ല. അതുകൊണ്ട് തന്നെ ലോക്കൽ മാർക്കറ്റിലൊക്കെ അന്വേഷിച്ചു. അപ്പോൾ അവരൊക്കെ നല്ല സപ്പോർട്ടാണ്. ഒരു കോൺഫിഡൻറ്റ് തരുന്ന രീതിയിൽ തന്നെയാണ് അവർ സംസാരിച്ചത്. ഇത് എത്തിച്ചാൽ മതി, അവരെടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല വിലയും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റിങ്ങിനും പപ്പായ കൃഷി ഒരു പ്രശ്നമല്ല. ഇല്ല, പ്രത്യേകിച്ച് നമുക്കിവിടെ നമ്മുടെ നാട്ടിൽ ആരും ഇത് ചെയ്യുന്നില്ല. ഫസ്റ്റ് ടൈം ആണെന്നുള്ള രീതിയിലാണ് എല്ലാ കടക്കാരും പറഞ്ഞത്. ഞങ്ങളുടെ നാട്ടിൽ നമ്മളിവിടെ തന്നെ ഉണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ ഈ വേറെ കീടനാശിനി അത് ഇതൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് അവരൊക്കെ നല്ല ഹാപ്പിയിലാണ്. കൊണ്ടുവാ എന്ന് എടുത്തോളാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല സപ്പോർട്ടാണ് നമുക്ക് ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് കിട്ടിയത്. തീർച്ചയായിട്ടും. അതെ, ഇതെല്ലാം മധുരയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവർക്ക് അതിനെ കളക്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയാം ഇതിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അവർ സെയിലിന് വേണ്ടിയിട്ട് വാങ്ങി വെക്കുന്നതേ ഉള്ളൂ. പക്ഷേ അന്വേഷിച്ച കടകളിൽ എല്ലാവരും എല്ലാ ഷോപ്പിലും പറഞ്ഞത് അവർ എടുത്തോളാം, ബിസിനസ് ചെയ്യാമെന്നാണ്. അല്ല, നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ചോദിക്കുകയാണെങ്കിൽ പപ്പായ കൃഷി എങ്ങനെയാണ്? നമുക്കൊരു നല്ല കോൺഫിഡൻസ് തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും. വളരെ മനസ്സിന് സന്തോഷം തരണതും. പിന്നെ കൃഷിയല്ലേ ചെയ്യുന്നത്, വേറെ ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ വലിയ സന്തോഷമാണ് ചെയ്യാൻ. പപ്പായ കൃഷിക്കായിട്ട് ആരെങ്കിലും നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ എല്ലാ സപ്പോർട്ടും കൊടുക്കും? തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്താൽ സപ്പോർട്ട് കൊടുക്കും. എൻ്റെ അറിവിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്യാൻ തയ്യാറാണ്. സന്തോഷത്തോടെ. അപ്പോൾ ഞാൻ വീഡിയോയിൽ നമ്മുടെ റോയ് ചേട്ടൻ്റെ നമ്പർ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പപ്പായ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് റോയ് ചേട്ടനെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ റോയ് ചേട്ടാ, താങ്ക്സ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.